അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 19ാമത്തെ പേജാണ്. നമുക്ക് ആദ്യം വായനാ പരിശീലനം നടത്താം. സമാഉൻ മുംതിറ. സമാഉൻ മുംതിറ. യാ റബ്ബി അന തഅബാ ജിദ്ദ മാ ഹസൽതു അലാ ഖത്രത്തി മാഇൻ മുൻദു അയ്യാമിൻ അറാ സഹാബൻ ഫിസ്സമാഇ സയുംതിറു. മാസാ അസ്വാബക അറാക്കി തഅബാ ഉഖ്തി അന അത്ഷാ ലം യസ്ഖിനി അഹദ് ലാ തഹ്സനി ഇശ്റബി വഫ്രഹി അൽഹംദുലില്ലാഹ് സഹബ അത്ഷി വബ്തല്ലത്ത് ജുസൂരി. ഇവിടെ ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. സമാഉൻ മുംതിറ. സമാ ആകാശം, മുംതിറ മഴ പെയ്യുന്ന, മത്വർ മഴ, മുംതിറ മഴ പെയ്യുന്ന ആകാശം. അപ്പൊ ഇവിടെ രണ്ട് ആളുകൾ തമ്മിലാണ് ഈ സംഭാഷണം നടക്കുന്നത്. ആരൊക്കെയാണ്? നമ്മുടെ ഒരു ചെടിയുണ്ട്, വാടി തളർന്നു നിൽക്കുന്ന ഒരു നബത്ത് ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു മാ, വെള്ളത്തിന്റെ തുള്ളിക്ക് പറയാ ഖത്തുറത്തു മാ. ഖത്തുറത്തു മാ. അപ്പൊ നമ്മുടെ ചെടി പറയാണ്, യാ റബ്ബ്, റബ്ബേ, അന തഅബാ ജിദ്ദ, അന ഞാൻ, തഅബാ ക്ഷീണിതയാണ്, ജിദ്ദ വളരെയധികം ക്ഷീണിതയാണ്, മാ ഹസൽത്തു എനിക്ക് കിട്ടിയിട്ടില്ല, അലാ ഖത്തുറത്തി മാഇൻ ഒരു തുള്ളി വെള്ളം പോലും, ഖത്തുറത്തു മാ തുള്ളി വെള്ളം, മുൻദു അയ്യാമിൻ ദിവസങ്ങളായിട്ട് എനിക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല, അറാ സഹാബൻ സഹാബ് മേഘം, അറാ സഹാബൻ ആകാശത്ത് ഞാൻ മേഘങ്ങൾ കാണുന്നുണ്ട്, ഫിസ്സമാ ആകാശത്ത് ഞാൻ മേഘം കാണുന്നുണ്ട്, സയുംതിറു മഴ പെയ്യും. അപ്പോഴേക്കും പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മുടെ ഖത്തുറത്തു മാ വന്നു, മഴയുടെ ഒരു തുള്ളി ഇങ്ങോട്ട് വീണു. മാസാ അസ്വാബക്, മാസാ അസ്വാബക് എന്തു പറ്റി? അറാക്കി തഅബാ നിന്നെ ക്ഷീണിതയായി കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നബത്ത് പറയാണ്, ഉഖ്തീ സഹോദരി, അന അത്ഷ ഞാൻ വളരെ ദാഹിക്കുന്നവളാണ്, ലം യസ്ഖിനി അഹദ് എന്നെ ആരും നനച്ചിട്ടില്ല, യസ്ഖിനി സഖാ യസ്ഖി നനക്കുക, എന്നെ ആരും നനച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഖത്തുറത്തു മാ പറയാണ്, ലാ തഹ്സനി നീ വിഷമിക്കണ്ട, ഇഷ്റബി വെള്ളം ഇങ്ങനെ നീട്ടിക്കൊടുത്തിട്ട് ആ വെള്ളത്തുള്ളി കൊടുത്തുകൊണ്ട് പറയാണ്, ഇഷ്റബി കുടിക്കൂ, വഫ്രഹി സന്തോഷിക്കൂ. അപ്പൊ ആ മഴ കിട്ടിയ നമ്മുടെ ചെടി ഒന്ന് ഉഷാറായി നിന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സഹബ അത്ഷി, സഹബ പോയി, അത്ഷ് ദാഹം, സഹബ അത്ഷി എൻ്റെ ദാഹം പോയി, വബ്തല്ലത്ത് ഇബ്തല്ലത്ത് നനഞ്ഞു, വബ്തല്ലത്ത് നനഞ്ഞു, ജുസരി എൻ്റെ ഞരമ്പുകള്, ജുസർ വേര്, എൻ്റെ വേര് നനഞ്ഞു. നമ്മളിത് വായിച്ച് നമ്മൾ ആടെയുള്ള സംഭാഷണം മനസ്സിലാക്കി തൊട്ടടുത്ത പേജിലേക്ക് വരുമ്പോൾ ആ ചെടി നമ്മളോട് ആ സംഭവങ്ങൾ ഇവിടെ നടന്ന ഹിവാറിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചില ഹിൻഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹിൻഡിലുള്ളത്? സഹാബ് മേഘം എന്ന് കൊടുത്തിട്ടുണ്ട്, ഷെരിബ്തു ഞാൻ കുടിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്, നസല ഇറങ്ങി പെയ്തു എന്ന് കൊടുത്തിട്ടുണ്ട്, ഫർഹാന സന്തോഷവതി എന്ന് കൊടുത്തിട്ടുണ്ട്, തഅബാ ക്ഷീണിത എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയൊക്കെയാണോ വേണ്ടത് ചേർത്തുകൊണ്ട് നമുക്കിത് പൂരിപ്പിക്കാം. വായിച്ചു നോക്കാം.
കുന്തു ഡേഷ് മുൻസു അയ്യാമിൻ. കുന്തു ഞാനായിരുന്നു ഡേഷ് മുൻസു അയ്യാമിൻ ദിവസങ്ങളായിട്ട് ഞാൻ എന്തോ ആയിരുന്നു. എന്തായിരുന്നു? ക്ഷീണിതയായിരുന്നു അല്ലേ? തഅബ കുന്തു തഅബ മുൻസു അയ്യാമിൻ. മാ സഖാനി അഹദുൻ എന്നെ ആരും നനച്ചില്ല. മാ സഖാനി അഹദുൻ. റഅയ്തു ഡേഷ് ഫിസ്സമാ ആകാശത്ത് ഫിസ്സമാ ആകാശത്ത് ഡേഷ് റഅയ്തു ഞാൻ കണ്ടു. എന്താ കണ്ടത്? മേഘമാണ് കണ്ടത് അല്ലേ? സഹാബ് മേഘം കണ്ടു. മസാ അൽ യൗം അങ്ങനെ വൈകുന്നേരം ആയപ്പോ ഡേഷ് അൽ മത്തർ മഴ ഡേഷ് മഴ എന്താ ചെയ്യാ? പെയ്തു. മഴ പെയ്തു. നസല നസലൽ മത്തറു. മസാ അൽ യൗം നസലൽ മത്തറു. ഡേഷ് വർത്തവൈതു വഖുൽതു അൽഹംദുലില്ലാ. ഡേഷ് അപ്പം ഞാൻ എന്ത് ചെയ്തു? മഴ പെയ്തപ്പോൾ ഞാൻ എന്താ ചെയ്തത്? മഴയുടെ വെള്ളം കുടിച്ചു അല്ലേ? ഷെരിബ്തു ഞാൻ കുടിച്ചു. ഷെരിബ്തു വർത്തവൈതു ഞാൻ ഉന്മേഷത്തോടു കൂടി നേരെ നിന്നു. ഒന്ന് ശരിയായി. വെള്ളം കുടിച്ചപ്പോൾ ഞാൻ ഒന്ന് ശരിയായി. വഖുൽതു എന്നിട്ട് ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ദൈവത്തിന് സ്തുതി. അനൽ യൗം അന ഞാൻ അൽ യൗം ഇന്ന് ഡേഷ് ജിദ്ദൻ വളരെയധികം സന്തോഷവതിയാണ്. സന്തോഷവതി ഫർഹാന ഞാനിന്ന് വളരെയധികം സന്തോഷവതിയാണ്. തൊട്ട് താഴെ നമുക്കിവിടെ ഒരു ബോക്സിൽ ചെറിയൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ലാ തുസ്രിഫ് ഫിൽ മാ വ ഇൻ കുൻത അലാ നഹരിൻ ജാറി. ലാ തുസ്രിഫ് പാഴാക്കരുത് അല്ലെങ്കിൽ അമിതമായി ഉപയോഗിക്കരുത്. ഫിൽ മാ വെള്ളത്തിൽ നിന്ന് വെള്ളം അമിതമായി ഉപയോഗിക്കരുത്. വ ഇൻ കുൻത നീ ആണെങ്കിലും അലാ നഹിരിൻ പുഴയുടെ അടുത്ത് ജാറിൻ പുഴയുടെ അടുത്താണ് നീ ഉള്ളതെങ്കിൽ പോലും വെള്ളം പാഴാക്കരുത്, അമിതമായി ഉപയോഗിക്കരുത്. ഇതൊരു വെറും വാക്കല്ല, ഇത് ഒരു ഹദീസാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുൻപിൽ ഹദീസാണ് എന്നൊന്നും ചേർത്തിട്ടില്ല. ഹദീസ് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. നിങ്ങളൊരു പുഴയുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിലധികം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നത് അമിതമാക്കരുത്. ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.